ഔദുബില്ലാഹിമിനശ്ശൈത്വാനിർ-റജീം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇനി അൽ-മനാഹിലിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് തഫ്സീർ സൂറത്തുൽ മുൽക്ക് സൂറത്തിൻ്റെ തഫ്സീറാണ്. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. തബാറക്കല്ലദി, യാതൊരുവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ബിയദിഹിൽ മുൽക്കു, അങ്ങനത്തെ ഒരുവനാണ്, അവൻ്റെ കയ്യിലാണ് എല്ലാറ്റിൻ്റെയും അധികാരം. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കൈ ഉടയവനാകുന്നു. അല്ലദി, എങ്ങനത്തവനാണ്, ഖലഖൽ മൗത, മരണത്തെയും വൽ ഹയാത്ത, ജീവിതത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു. ലിയബ്ലുവക്കും, അത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്ത് പരീക്ഷിക്കാൻ? അയ്യുക്കും അഹ്സനു അമല, ആരാണ് ഏറ്റവും സുഹൃതം ചെയ്യുന്നതെന്ന്, ഏറ്റവും നന്മ ചെയ്യുന്നവർ ആരാണെന്ന്. വഹുവൽ അസീസുൽ ഗഫൂർ, അവൻ പ്രതാപശാലിയും വല്ലാതെ പൊറുക്കുന്നവനാകുന്നു. അല്ലദീ ഖലഖ സബ്അ സമാവാത്തിൻ, 7 ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചു. തിബാക്ക, തട്ടായിക്കൊണ്ട്. മാ തറാ ഫി ഖൽഖി റഹ്മാനി, പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നിനക്ക് കാണാൻ സാധിക്കുകയില്ല. മിൻ തഫാവുത്തിൻ, ഒരു വ്യതിയാനവും. ഫർജിഉൽ ബസറ, നീ ആവർത്തിച്ച് നോക്കുക. കാഴ്ചയെ മടക്കുക എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് നോക്കുക. അൽ തറാ മിൻ ഫുത്തൂർ, വല്ല കീറലും കാണുന്നുണ്ടോ എന്ന്. സുമ്മർജിഉൽ ബസർ, പിന്നെയും കാഴ്ചയെ ആവർത്തിക്കുക, നോക്കലിനെ ആവർത്തിക്കുക. കറത്തേനി, 2 പ്രാവശ്യമായിക്കൊണ്ട്. യൻകലിബ് ഇലൈക്കൽ ബസറു, ആ കാഴ്ച നിന്നിലേക്ക് തന്നെ മടങ്ങി വരുന്നതാണ്. ഖാസിയൻ, നിന്യമായിക്കൊണ്ട്. വഹുവ ഹസീർ, അത് പരാജയപ്പെട്ടതായിട്ട്, അതിന് ഒരു കുയങ്ങിയതായിട്ട് നിന്നിലേക്ക് തന്നെ മടങ്ങി വരുന്നു. അതൊരു വ്യതിയാനവും സംഭവിച്ചത് കാണാതെ അത് പരാജയപ്പെട്ടതായി നിന്നിലേക്ക് മടങ്ങി വരുന്നതാണ്. അപ്പം ഇനി അതിൻ്റെ വിശദീകരണമാണ് പറയുന്നത്. തബാറക്കല്ലദീ ബിയദിൽ മുൽക്കു, തആലമ, വണ്ണമായിരിക്കുന്നു. തആല, അള്ളാഹുവിൻ്റെ പരിശുദ്ധി അങ്ങേയറ്റമായിരിക്കുന്നു. വകസുറ ഖൈറുഹു, അവൻ്റെ ഖൈർ അധികമായിരിക്കുന്നു. വ അമ്മ ഇഹ്സാനുഹു, അവൻ്റെ നന്മ, അവൻ്റെ സുകൃതം ചെയ്യൽ, അടിമകളോടുള്ള നന്മ ചെയ്യൽ, അത് വ്യാപിച്ചിരിക്കുന്നു. മിൻ അലമത്തിഹി, അവൻ്റെ ആ പ്രൗഢിയിൽപ്പെട്ടതാണ്. അൻബിയദിഹി മുൽക്കുൽ ആലം, ലൊൽവ വസുഫ്ല, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും എല്ലാ ലോകത്തിൻ്റെയും ഉടമസ്ഥത അവൻ്റെ കയ്യിലാകുക എന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാന ഘടകത്തിൽപ്പെട്ടതാണ്. വഹുവല്ലദീ ഖലഖഹു, അവനാണ് ആ ലോകത്തെ സൃഷ്ടിച്ചത്. വയതസറഫു ഫീഹി ബിമാ ശാ, അവൻ ഉദ്ദേശിച്ചതുപോലെ അതെല്ലാം ക്രയവിക്രയം ചെയ്യുന്നതും അവൻ തന്നെയാണ്, കാര്യങ്ങളെല്ലാം നടത്തുന്നതും അവൻ തന്നെയാണ്. മിനൽ അഹ്കാമിൽ ഖദരിയ, ഖദർ ഖലാഇൻ്റെ വിഷയത്തിൻ്റെ ഹുക്കുമുകൾ കൊണ്ട്, അതായത് അവൻ കണക്കാക്കിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഭംഗിയായി നടക്കുന്നുണ്ട്. വൽ അഹ്കാമി ദീനിയ, അതേപോലെ മതപരമായ ഹുക്കുമുകൾ കൊണ്ടും. വത്താബിയത്തുൽ ഹിക്മത്തി, അവൻ്റെ യുക്തിയോട് പിൻപറ്റുന്നല്ല, അതിനോട് യോജിച്ച. മിൻ ആലമത്തി, അവൻ്റെ പരിശുദ്ധതയോടും അവൻ്റെ ആലമത്തിനോടും യോജിച്ച. കമാലു ഖുദ്റത്തിഹി, അവൻ്റെ ഖുദ്റത്തിൻ്റെ പൂർണ്ണത അതറിയിക്കുന്നു. അല്ലത്തി യുഖദ്ദിറു ബിഹ അലാ കുല്ലി ഷൈഇൻ, അവൻ ആ ഖുദ്റത്ത് കൊണ്ടാണ്, അലംഘനീയമായ കഴിവ് കൊണ്ടാണ് എല്ലാറ്റിൻ്റെയും മേൽ അവൻ എന്താക്കുന്നത്, ഒരു കാര്യങ്ങളൊക്കെ ക്ലിപ്തപ്പെടുത്തുന്നത്. വബിഹ ഔജദു മാ ഔജദ മഖ്ലൂഖാത്തിൽ അളീമ, അതുകൊണ്ടാണ് അവൻ സൃഷ്ടികളിൽ നിന്നും സൃഷ്ടിച്ചതെല്ലാത്തിനെയും അവൻ സൃഷ്ടിച്ചത്. ഔജദു മൗജദ, സൃഷ്ടിച്ചതെല്ലാം സൃഷ്ടിച്ചത് അതുകൊണ്ടാണ്. കസമാവാത്തി വല്ല, ആകാശം ഭൂമിയൊക്കെ പോലെവകളെല്ലാം സൃഷ്ടിച്ചത് അതുകൊണ്ടാണ്. വഖലഖൽ മൗത വൽ ഹയാത്ത, ഇനി അതിൻ്റെ വിശദീകരണമാണ്. അതായത് ഖദ്ദറലി ഇബാദിഹി, അവൻ്റെ അടിമകൾക്ക് അവൻ കണക്കാക്കിയ യുഹീഹിം, അവരെ ജീവിപ്പിക്കലും. സുമ്മ യുമീതവും, പിന്നെ അവരെ മരിപ്പിക്കലും. എന്തിനു വേണ്ടിയാണ് മരണവും ജീവിതവും എല്ലാം കണക്കാക്കിയത്? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അയ്യക്കും, നിങ്ങളിൽ ഏതൊരുവനാണ് അഹ്സനു അമല, ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്ന്. അഖ്ലസു, ഏറ്റവും നിഷ്കളങ്കമായ. വസ്വബു, ഏറ്റവും ചൊവ്വായ നേരെയായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഫൈനല്ലാഹ ഖലഖ ഇബാദഹു, നിശ്ചയം അല്ലാഹു തആല തൻ്റെ അടിമകളെ സൃഷ്ടിച്ചു. പിന്നെന്താ ചെയ്തത്? വഅഖ്റജഹും, അവരെ പുറപ്പെടുവിച്ചു. ലിഹാദി ദാരി, ഈ ദുനിയാവിന് വേണ്ടി അവരെ പുറപ്പെടുവിച്ചു, ദുനിയാവിലേക്ക് അവരെ പറഞ്ഞയച്ചു. വഅഖ്ബറഹും, അവരോട് പറഞ്ഞു. അന്നഹും സയുൻകലൂന മിൻഹ, നിശ്ചയം നിങ്ങളെ അവിടെ നിന്ന്, ദുനിയാവിൽ നിന്ന് നിങ്ങളെ മറ്റൊരു ലോകത്തേക്ക് നീക്കം ചെയ്യപ്പെടുമെന്ന് അവരോട് പറയുകയും ചെയ്തു. എന്നിട്ടോ വാമ്രഹും, അവരോട് കുറേ കാര്യങ്ങൾ കൽപ്പിച്ചു. വനഹാവും, കുറച്ച് കാര്യങ്ങൾ അവരെ വിലങ്ങി. വബ്തലാഹും ബിശ്ശഹവാത്തി, വികാരങ്ങൾ നൽകിക്കൊണ്ട് മനുഷ്യനെ പരീക്ഷിച്ചു. അൽ മുആറദത്തുൻ ലി അംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വൈരുദ്ധ്യമാകുന്ന രീതിയിലുള്ള വികാരങ്ങൾ മനുഷ്യന് നൽകി പരീക്ഷിച്ചു.
ഫമൻ ഇൻകാദലി അംരിഹി, അപ്പോൾ ആരെങ്കിലും അള്ളാഹുവിൻ്റെ ആ കൽപ്പന അംരില്ലാഹി അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വൈപ്പെട്ടാൽ അഹ്സനൽ അമല എന്നിട്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ അഹ്സൻ അല്ലാഹു ലഹുൽ ജസാ ഫിദ്ദാറൈൻ, ഇരു ലോകത്തും അള്ളാഹു അവന് പ്രതിഫലവും അതുപോലെ നല്ല പ്രതിഫലം നൽകുന്നതാണ്. വമിൻ മാലം മാഷഹവാത്തി നഫ്സി, അതുപോലെ ആരെങ്കിലും ഹൃദയ വികാരങ്ങളിലേക്ക് അവൻ ചായ്ഞ്ഞു നിൽക്കുകയാണെങ്കിൽ വനബദ അംറുല്ലാഹി അള്ളാഹുവിൻ്റെ കൽപ്പനയെല്ലാം അവൻ ഉപേക്ഷിച്ചാൽ ഫലഹു ഷറുൽ ജസാ, ഏറ്റവും മോശമായ പ്രതിഫലം അവന് നൽകപ്പെടുന്നതാണ്. അങ്ങനെയാണ് അള്ളാഹു കണക്കാക്കിയത്. വഹു അൽ അസീസ്, അവൻ പ്രതാപശാലിയാണ്. അല്ലദീ ലഹുൽ ഇസ്സത്തു കുല്ലു, എല്ലാ പ്രതാപവും അവനിലേക്കാണ് മടങ്ങുന്നത്. അല്ലത്തി കഹറ ബിഹ, അവൻ അതുകൊണ്ടാണ് അടക്കി ഭരിക്കുന്നത് ജമിയൽ അഷ്യായി, മുഴുവൻ കാര്യങ്ങളെയും. വൻകാദത്ത് ലഹുൽ മഖ്ലൂക്കാത്ത്, എല്ലാ സൃഷ്ടികളും അവന് ഭയപ്പെടുന്നതും അവൻ്റെ പ്രതാപം കൊണ്ടാണ്. അൽ അഫൂർ, വല്ലാതെ പൊറുക്കുന്നവനാണ്. അൽ മുസീന, തെറ്റ് ചെയ്യുന്നവരെ തൊട്ട്. വൽ മുക്സിരീന, വീഴ്ച വരുത്തുന്നതിനെ തൊട്ടും. പിന്നെ വൽ മുദ്നിബീന, കുറ്റവാളികളെ തൊട്ടും. ഖുസൂസൻ ഇദാ താബു വാതാബു, അതായത് പ്രത്യേകിച്ചും അവർ തൗബ ചെയ്താൽ അവർക്കെല്ലാം വിട്ടുവീഴ്ച നൽകുന്നവനുമാകുന്നു അവൻ. ഫൈനഹു യഗ്ഫിറു ദുനൂബഹും, നിശ്ചയം അള്ളാഹു അങ്ങനെ തൗബ ചെയ്യുന്നവരുടെ പാപങ്ങളെല്ലാം എന്താക്കും, പുറത്തു കൊടുക്കും. വലോ ബലാത്ത് അനാനുസമായി, ആകാശത്തിൻ്റെ കാണപ്പെടുന്ന ഭാഗങ്ങൾ മുഴുവനും മേഘപാളികളോളം അത്തരം തെറ്റുകൾ എത്തിയാലും അവൻ അതിനെ പുറത്തു കൊടുക്കുന്നതാണ്. മാത്രമല്ല വയസ്തുറു യൂബഹും, അവരുടെ എല്ലാം ന്യൂനതകൾ അവൻ മറച്ചു വെക്കുന്നു. വലോ കാനത്ത് മിൽ ദുനിയ, അത് ദുനിയാവ് നിറയുന്ന അത്രത്തോളം ഉണ്ടെങ്കിലും ശരി അള്ളാഹു അതെല്ലാം മറച്ചു വെക്കുന്നു. അല്ലദീ ഖലഖ സബഅ സമാവാത്തിൻ തിബാക്ക, 7 ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചു. തിബാക്ക, തട്ട് തട്ടായിക്കൊണ്ട്. ഐ കുല്ലു വാഹിദത്തിൻ ഫൗഖൽ ഉഖറ, ഒന്ന് മറ്റൊന്നിൻ്റെ മുകളിലായ രീതിയിൽ. വലൈസത്ത് തബഖത്തുൻ വാഹിദ, ഒരൊറ്റ തട്ടായിട്ടല്ല അതിനെ സൃഷ്ടിക്കപ്പെട്ടത്. വഖലഖഹ ഫി ആയത്തിൽ ഹുസ്ൻ, അത് വളരെ നല്ല ഭംഗിയുള്ള രീതിയിൽ അതിനെ സൃഷ്ടിച്ചു. വല്ലിത്തുക്കാനി, നല്ല ഉറപ്പോടു കൂടിയും. മാത്തറ, നിനക്ക് കാണാൻ സാധിക്കുകയില്ല. ഫി ഹൽക്കിർ റഹ്മാനി, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ മിൻ തഫാവുത്ത്, ഒരു വ്യതിയാനവും. ഖിലലുൻ വനക്സുൻ, ഒരു ന്യൂനതയോ ഒരു കോട്ടമോ ഒന്നും കാണാൻ കഴിയുകയില്ല. വലമ്മ കാന കമാലുഹ മാലൂമൻ, അതിൻ്റെ ആ സൃഷ്ടിപ്പിൻ്റെ പൂർണ്ണത അറിയപ്പെട്ടതായപ്പോൾ, അള്ളാഹു സൃഷ്ടിച്ചതെല്ലാം വളരെ നല്ല രീതിയിലാണ് എന്നുള്ളത് പറഞ്ഞു തീർത്തപ്പോൾ അമറ, അള്ളാഹു പറഞ്ഞു അള്ളാഹു തആല ബി തക്രാറിൻ നളിരിയിലേഹ, പിന്നെ അടുത്ത ആയത്തിൽ പറയുന്നത് ആവർത്തിച്ച് നോക്കുക എന്നാണ് ജനങ്ങളോട് അള്ളാഹു പറയുന്നത്. വത്താമുൽ ഫി അർജായി, അതിൻ്റെ ആ സൃഷ്ടിപ്പിൻ്റെ ഭാഗങ്ങളെല്ലാം കുറിച്ചും നിങ്ങൾ ചിന്തിക്കണമെന്നാണ് പറയുന്നത്. കാല, അവൻ പറയുന്നു ഫർജിൽ ബസറ, നിങ്ങൾ കാഴ്ചയെ മടക്കുക. ഐ ആയതുഹു ഇലേഹ, ആ കാഴ്ച ഒന്നുകൂടി നോക്കുക. നാദറം മോത്തബറൻ, എങ്ങനത്തെ നോട്ടം, ഒരു പാഠം ഉൾക്കൊള്ളുന്നവൻ്റെ നോട്ടം. ഹൽ തറാമിൻ ഫുത്തൂർ, ആ സൃഷ്ടിപ്പിലെല്ലാം വല്ല വീഴ്ചയും വല്ല കീറലും സംഭവിച്ചിട്ടുണ്ടോ. നഖ്സിൻ, ചുരുക്കവും. വഖ്തിലാൽ, വല്ല പാകപ്പിയവും സംഭവിച്ചിട്ടുണ്ടോ എന്ന്. സുമ്മർജിഉൽ ബസറ കറത്തൈനി, വീണ്ടും 2 പ്രാവശ്യം നോക്കുക. അൽ മുറാദു ബിദാലിക, അങ്ങനെ വീണ്ടും നോക്കാൻ പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം കസ്റത്തു തക്രാർ, ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ആവർത്തിച്ച് നോക്കുക. എങ്കലിബയിലേക്കൽ ബസറു, അപ്പോഴും നിന്നിലേക്ക് ആ കാഴ്ച നോട്ടം മടങ്ങുന്നതാണ്. ഹാസിയാൻ, നിന്യമായിക്കൊണ്ട്. വഹുവ ഹസീർ, അത് തന്നെ പരാജയപ്പെട്ടതായിട്ട്. അതായത് ആജ് തന്നെ ഇറൽ ഖലലെ, ഒരു ന്യൂനതയോ ഔ ഫുത്തൂരിൻ, ഒരു കീറലോ ഒന്നും കാണാൻ സാധിക്കാതെ അത് നിന്നിലേക്ക് തന്നെ മടങ്ങി വരും. വലോ ഹർഅസ ആയത്തൽ ഹർസി, അങ്ങേയറ്റത്തെ താല്പര്യം നീ പ്രകടിപ്പിച്ചാൽ പോലും ഒരു വീഴ്ചയും അതിലൊന്നും കാണാൻ സാധിക്കുകയില്ല. സുമ്മ സുരിഹ ബിദിക്രി ഹുസ്നിഹ, പിന്നെ അതിൻ്റെ ആ ഭംഗി അള്ളാഹു താല വ്യക്തമാക്കി പറഞ്ഞു. ഫക്കാല, എന്നിട്ട് അള്ളാഹു താല പറയാണ് വലക്കത് സയ്യന്ന സമാ, നിശ്ചയം നാം ആകാശത്തെ ഭംഗി. ആ സമാ ദുനിയ, ഈ ആകാശത്തെ നാം ഭംഗിയാക്കി. ദുനിയാവിൽ നിന്ന് കാണുന്ന ആകാശത്തെ നാം ഭംഗിയാക്കി. ബിമസാബിഹ, നക്ഷത്രങ്ങളെ കൊണ്ട് നാം ഭംഗിയാക്കിയിരിക്കുന്നു. മസാബി, വിളക്ക് എന്നാണ്, പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്നത് നക്ഷത്രങ്ങളെ കൊണ്ട്. വജഅൽനാഹ, നാം അതിനെ ആക്കി. റുജൂമൻ, എറിയുന്നതാക്കി. ലിശയാത്തീനി, ഷെയ്ത്താനെ എറിയുന്ന ഒരു ചെങ്കോല് പോലത്തെ സാധനം അവിടെ ആക്കി വെച്ചിരിക്കുന്നു. പിന്നെ വാഅത്തദ്നാലഹും, നിശ്ചയം നാം അവർക്ക് തയ്യാറാക്കി വെച്ചു. അസാബ സഈർ, ആളിക്കത്തുന്ന നരകശിക്ഷയെ നാം അവർക്ക് തയ്യാറാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. വലില്ലദീന കഫറു, നിശ്ചയമായും നിഷേധികളായ ആളുകൾ. ബിറബ്ബിഹിം, അവരുടെ രക്ഷിതാവിനെ കൊണ്ട് നിഷേധിക്കുന്ന ആളുകൾ.
അവർക്ക് അദാബ് ജഹന്നമ, അവർക്ക് എന്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്? അദാബ് ജഹന്നമ, നരക ശിക്ഷ. വബിയസൽ മസീർ, അവരുടെ പ്രാപ്യസ്ഥാനം വളരെ മോശം, അവരെത്തിച്ചേരുന്ന ആ സ്ഥലം വളരെ മോശമാണ്. ഇദാ ഉൽഖൂ ഫീഹ, അവരതിലേക്കിടപെട്ടാൽ സമീഉലഹ, അവർ അതിലേക്കിടപെട്ടാൽ അതിൽ നിന്ന് കേൾക്കുന്നതാണ് ഷഹീഖൻ, ഒരു അട്ടഹാസം. വഹിയ തഫൂർ, അത് തന്നെ തിളച്ചു മറിയുന്നതായിട്ടുള്ള ഒരു അട്ടഹാസം ആ നരകത്തിൽ നിന്ന്, ആ ജഹന്നമിൽ നിന്ന് അവർക്ക് കേൾക്കാവുന്നതാണ്. തക്കാദു തമയ്യസു, അവരിങ്ങനെ കഷ്ണമാവാൻ ആയിത്തീരാൻ അടുത്തായി മിനൽ ഓയിലി, അതിൻ്റെ ആ തിളക്കലിൽ നിന്നെന്താക്കി അതിങ്ങനെ തിളച്ചു മറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ കോപത്താൽ അത് മുറിഞ്ഞു പോകാൻ അടുത്തായി അവർ ഓരോരുത്തരും ഇങ്ങനെ തുണ്ടമായി മാറപ്പെടുന്നതാണ്. കുല്ലമാ ഉൽക്കിയ ഫീഹാ ഫൗജൻ, അതിലേക്ക് ഓരോ വിഭാഗം ആളുകളെ ഇടപെടുമ്പോഴും സാലഹും ഹസനത്തു, അതിൻ്റെ പാറാവുകാരൻ അവരോട് ചോദിക്കും. ഓരോ തെറ്റുകാരായ ആളുകളെയും ആ ജഹന്നമിലേക്ക് ഇടപെടുമ്പോൾ അവരോട് ചോദിക്കപ്പെടുന്നതാണ് ഹസനത്തു, അതിൻ്റെ പാറാവുകാരൻ. അലം യഅതിയകും നദീർ, നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കും. കാലു, അവർ പറയും, ബലാതെ ഖദ് ജാഅനാ നദീർ, നിശ്ചയം ഞങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിരുന്നു. ഫകദ്ദബ്നാ, പക്ഷെ ഞങ്ങൾ ആ താക്കീത് മുന്നറിയിപ്പുകാരനെ കളവാക്കി. വഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ, അള്ളാഹു ഒരു ഗ്രന്ഥവും ഇറക്കിയിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹു വേദഗ്രന്ഥം ഇറക്കി, ഖുർആൻ ഇറക്കി എന്നൊക്കെ അവരോട് പറയാൻ വേണ്ടി പല നബിമാരും ദൂതന്മാരും വന്നപ്പോൾ എല്ലാം അവർ പറഞ്ഞു അങ്ങനെ അള്ളാഹു ഒരു ഗ്രന്ഥവും ഇറക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇൻ അൻതും ഇല്ലാ ഫീ ലലാലി മുബീൻ, എന്നിട്ട് ആ ദൂതന്മാരോടൊക്കെ അവർ പറഞ്ഞു, ഇൻ അൻതും നിങ്ങളല്ല, ഇല്ലാ ഫീ ലലാലിം കബീർ, വ്യക്തമായ വണ്ണമായ വൈകേടിലല്ലാതെ അല്ല എന്നെന്താക്കി അവരോടൊക്കെ അവർ തിരിച്ചു പറയുകയും ചെയ്തു. വക്കാലു, എന്നിട്ട് അവർ തന്നെ പറയാണ്, ലൗ കുന്നാ നസ്മോ, ഞങ്ങളെങ്ങാനും വന്ന് കേട്ടിരുന്നുവെങ്കിൽ, ഔ നാക്കിലു, ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫി അസ്ഹാബി സഈർ, ഞങ്ങൾ ഈ ആളി കത്തുന്ന നരകത്തിൻ്റെ അനുയായികളാകുമായിരുന്നില്ല എന്ന് തന്നെ അവർ തന്നെ സ്വയം പറയുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി അതിൻ്റെ വിശദീകരണമാണ് പറയാൻ പോകുന്നത്. വലക്കത് ജാലിന, നിശ്ചയം നാം അതിനെ ആക്കിയ ആകാശത്തെ ആക്കിയ അദ്ദുനിയ, അദ്ദുനിയ എന്ന് പറയുമ്പോൾ അല്ലത്തി തറൗനഹ, നിങ്ങൾ കാണുന്ന, നമ്മൾ മുകളിലോട്ട് നോക്കിയാൽ കാണുന്ന ആകാശത്തെ, വത്തലീക്കും, നിങ്ങളോട് ചേർന്നിരിക്കുന്ന, ബി മസാബീഹ, അതിനെ വിളക്കാക്കി എന്ന് പറയുമ്പോൾ വഹിയൻ നുജൂം, ഉദ്ദേശം നക്ഷത്രങ്ങളാണ്. അലാഖ്തിലാഫിയ ഫിന്നൂരി, വലിയ പ്രകാശത്തിൽ വൈവിധ്യമാർന്ന, വ്യത്യാസമുള്ള. ഫൈന്നഹു ലൗലാ മാ ഫീഹാ മിൻ നുജൂമിൻ, അതിൽ നക്ഷത്രങ്ങളൊന്നുമില്ലായിരുന്നുവെങ്കിൽ ലകാനത്ത് സഖഫൻ മുസ്ലിമ, അതൊരു ഇരുട്ടുള്ള മേൽക്കൂര മാത്രമായി തീരുമായിരുന്നു. ലാ ഹുസ്ന ഫീഹി, ഒരു ഭംഗിയും വലാ ജമാല, ഒരു ഭംഗിയുമില്ലാത്ത. വലാക്കിൻ ജാലല്ലാഹു, അല്ലാഹു ആക്കിയിരിക്കുന്നു, ഹാദീൻ നുജൂമ, ഈ നക്ഷത്രങ്ങളെല്ലാം സീനത്തൻ ലിസ്സമായി, ആകാശത്തിന് ഭംഗിയാക്കിയിരിക്കുന്നു, വജമാലൻ വനൂറൻ, അത് പ്രകാശമാക്കി, ഹിദായത്തൻ, മാർഗദർശനമാക്കി, യഹ്തദീ ബിഹ, അതുകൊണ്ട് സന്മാർഗത്തിൽ നേരായ വഴിയിലേക്ക് പ്രവേശിക്കും. ഫീലുൽ മാത്തിൽ ബരി വൽ ബഹരി, കടലിൻ്റെയും കരയുടെയും ഇരുട്ടുകളിൽ, അതായത് പണ്ട് കാലത്തൊക്കെ വഴി നിർണയിച്ചിരുന്നത് പോലും ഈ നക്ഷത്രങ്ങളുടെ ഇത് നോക്കിയിട്ടാണ്, സഞ്ചാരവും മറ്റും നോക്കിയിട്ടാണ്. വലാ യുനാഫി അഖ്ബാറുഹു, അപ്പോൾ അള്ളാഹു ഇത് പറഞ്ഞത് എതിരാവുകയില്ല. അന്നഹു സുയ്യിന സമാ ദുനിയാ ബി മസാബീഹ, ഈ വിളക്ക് സമാ ദുനിയ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ആകാശത്തെ, നമ്മൾ നോക്കിക്കാണുന്ന ആകാശത്തെ ഭംഗിയാക്കി ഈ വിളക്ക് നക്ഷത്രങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞത് അയക്കൂന കസീറുമിന നുജൂമി ഫൗക സമാവാത്തി സബ്, ഏഴാൻ ആകാശത്തിൻ്റെ മുകളിൽ നക്ഷത്രങ്ങൾ ഉണ്ടാകുക എന്നുള്ളതിനോട് എതിരാവുകയില്ല, അവിടെ ഉണ്ടാകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. വൈന സമാവാത്ത ഷഫാഫത്തുൻ, അത് അവശേഷിക്കുന്നതാണ്. ആകാശങ്ങൾ 7 തട്ടുകളായിട്ടാണെന്ന് മുമ്പ് പറഞ്ഞു, അപ്പോൾ അത് അവശേഷിക്കുന്നതാണ്. വബിദാലിക്ക, അതുകൊണ്ട് തന്നെ തഹസുലു സീനത്തൻ ലി സമായി ദുനിയ, ആകാശത്തിൻ്റെ ദുനിയാവിലെ ആകാശത്തിൻ്റെ, നമ്മൾ നോക്കി കാണുന്ന ആകാശത്തിൻ്റെ ഭംഗി കരസ്ഥമാവുകയും ചെയ്യും. വൈൻലക്കൊനിൽ കവാക്കിബു ഫീഹ, അവിടെ ഒന്നും നക്ഷത്രങ്ങളില്ലെങ്കിലും ശരി അത് കരസ്ഥമാകുന്നതാണ്. വജഅൽനാഹ, നിശ്ചയം നാം അതിനെ, നക്ഷത്രങ്ങളെ ആക്കിയിരിക്കുന്നു, റുജൂമൻ ലിഷയാത്തീൻ, ഷെയ്ത്താനിനെ എറിയുന്നതാക്കി. അല്ലദീൻ, എങ്ങനത്തെ ഷെയ്ത്താനാണ്? യുരീദൂന ഇസ്തിറാക ഖബറിസമായ, ആകാശത്തിൻ്റെ വർത്തമാനങ്ങളെല്ലാം കേൾക്കാൻ ഉദ്ദേശിക്കുന്ന ഷെയ്ത്താനെ എറിയുന്ന ഒരു ചെങ്കോലാക്കി മാറ്റി. വജഅലല്ലാഹു ഹാദീൻ നുജൂമ, ഈ നക്ഷത്രങ്ങളെ അള്ളാഹു ആക്കിയിരിക്കുന്നു, ഹിറാസതൻ ലിസമായി, ആകാശത്തിന് കാവലാക്കിയിരിക്കുന്നു. അൻതൽഖഫ ഷയാത്തീൻ അഖ്ബാറുൽ അർളി, ഭൂമിയുടെ വർത്തമാനങ്ങൾ ഷെയ്ത്താൻ എടുക്കുന്നതിനെ തൊട്ട്, വീങ്ങുന്നതിനെ തൊട്ട്. ഫഹാദി ഷുബു, ഇതൊരു എന്താണ്
ലത്തി തെർമി മിനൻ നുജൂമി, ഇതൊരു ചെങ്കോലാണ്. ഇങ്ങനത്തെ ലത്തി തെർമി മിനൻ നുജൂമി, നക്ഷത്രങ്ങളിൽ നിന്നും എറിയപ്പെടുന്ന ഒരു ചെങ്കോലിനാണ് ഈ എന്തെന്ന് പറയാം ഷുഹുബ് എന്ന് പറയുന്നത്. അല്ലാഹു ഫി ദുനിയ ലിഷയാത്തീനി, അത് ദുനിയാവിൽ അള്ളാഹു ശൈത്താന്മാർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചതാണ്. വാത്തതിനാലഹും, നിശ്ചയം നാം അവർക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഫിൽ ആഖിറത്തി, അത് ദുനിയാവിൽ ശിക്ഷിക്കാൻ വേണ്ടി അവർക്ക് ശൈത്താന്മാർക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചതാണ്. എന്നാലോ ആഖിറത്തിലോ നാം അവർക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അദാബി സഈർ, ആളിക്കത്തുന്ന നരകത്തിന്. എന്നഹും തമറദു അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ അവർ മൂട്ട് കാണിച്ചു, അക്രമം കാണിച്ചു. വല്ലു ഇബാദഹു, അവർ എന്താ ചെയ്തത്? ഭൂമിയിലുള്ള തൻ്റെ അടിമകളെല്ലാം ആക്രമിക്കുകയും വൈപ്പിയപ്പിക്കുകയും ചെയ്തു. വലിഹാദ, ഇക്കാരണത്തിന് വേണ്ടി. കാന അത്തിബാഹും മിനൽ കുഫാരി, കാഫിരീങ്ങളിൽ നിന്നും ഈ ശൈത്താന്മാരെ പിന്തുടരുന്ന ആളുകൾ, മറ്റുള്ള ആളുകളെയൊക്കെ വൈപിയപ്പിക്കുന്ന ആളുകൾ, മിസ്ലഹും, അവർ പോലെ തന്നെയായി. അപ്പോൾ അവർക്കെല്ലാം നരകം അള്ളാഹു കണക്കാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ആശയം. ഖദ് അഅദ്ദല്ലാഹു ലഹും അസാബ് സഈർ, അള്ളാഹു അവർക്ക് ആളിക്കത്തുന്ന നരക ശിക്ഷ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. വലിഹാദ, ഇക്കാരണത്തിന് വേണ്ടി. കാല, അള്ളാഹു താല പറഞ്ഞു, വലില്ലദീന കഫറു, നിശ്ചയമായും നിഷേധികളായ ആളുകൾക്ക്, ബിറബ്ബിഹിം, അവരുടെ രക്ഷിതാവിനെ നിഷേധിച്ചവർക്ക്, അദാബു ജഹന്നമ, നരകശിക്ഷയുണ്ട്. വബിയസൽ മസീർ, അവർ ചെന്നെത്തുന്ന സ്ഥലം വളരെ മോശമല്ലദീ യുഹാനു അഹ്ലഹു, അതിൻ്റെ അഹ്ലുകാരൻ നിസ്സാരവൽക്കരിക്കപ്പെടും. ആയത്തുൽ ഹവാൻ, അങ്ങേയറ്റത്തെ നിസ്സാരവൽക്കരിക്കൽ. ഇദാഉൽ കൂഫിഹ, അവരതിലേക്ക് വലിച്ചിടപ്പെട്ടാൽ. അലാവജഹലി നഹാനത്തി, വളരെ നിസ്സാരമായിക്കൊണ്ട് വലിച്ചിടപ്പെട്ടാൽ. വദുല്ലി, നിന്നവൽക്കരിക്കലിൻ്റെ ഏറ്റവും മോശമായ രീതിയിൽ. സമീഉലഹ ഷഹീക്കൻ, അതിൽ നിന്നൊരട്ടഹാസം അവർ കേൾക്കുന്നതാണ്. ഈ സൗത്തൻ ആലിയൻ ഫലൈഹൻ, ഒരു വലിയ ശബ്ദത്തിലുള്ള അട്ടഹാസം അവർ കേൾക്കുന്നതാണ്. പിന്നെ വഹിയ തഫൂർ, അത് തിളച്ചു മറിയുന്നതായ അവസ്ഥയിൽ, നല്ല തിളയ്ക്കുന്ന രീതിയിലുള്ള അട്ടഹാസം അവർ കേൾക്കുന്നതാണ്. തക്കാദു തമയ്യസു മിനൽ ഓയിലി, അത് ദേഷ്യത്താൽ അത് കഷ്ണം തുണ്ടം തുണ്ടമാവാൻ അടുത്തായിരിക്കുന്ന. ഈ തക്കാദു അല ഇജ്സിമായി, അതെല്ലാം ഒരുമിച്ച് കൂടി അത് അടുത്തായിട്ടുണ്ട്. യുഫാറിക ബാലുഹ ബാലൻ, ചിലതിനെ വിട്ടുപിരിയാൻ അടുത്തായിട്ടുണ്ട്. തൻകത്യുമിൻ ഷിദ്ദത്തി ഐലിഹ, അതിൻ്റെ ആ കാഫിരീങ്ങളുടെ മേലുള്ള ആ ദേഷ്യത്തിൻ്റെ കാഠിന്യം കാരണം അതെല്ലാം തുണ്ടമാവാൻ അടുത്തായി. ഫമാലന്നുകമാതുഫ്അലുബിഹിം, അവരെ കൊണ്ട് എന്ത് ചെയ്യുമെന്നാണ് നീ ഭാവിക്കുന്നത്? ഇദാ ഹസലൂഫി, അവർ അതിൽ അകപ്പെട്ടാൽ. സുമ്മദക്കറ തൗബീഹുൽ ഹസനത്തി, പിന്നെ ഒരു പാറാവുകാരൻ്റെ ഭയപ്പെടുത്തലാണ് പിന്നീട് പറയുന്നത്. ലിയഹ്ലിഹ, നരകാഹ്ലുകാരോട് ഒരു പാറാവുകാരൻ ചോദിക്കുന്നുണ്ട്, എന്ത്? കുല്ലമാ ഉൽക്കിയ ഫിഹ ഫൗജുൻ സാലഹും, അവരിലെ ആ നരകത്തിലേക്ക് ഓരോ വിഭാഗം ആളുകളെയും ഇടപെടുമ്പോൾ സാലഹും ഹസനത്തു, അതിൻ്റെ പാറാവുകാരൻ, ആ നരകത്തിൻ്റെ പാറാവുകാരൻ അവരോട് ചോദിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലായിരുന്നോ? അതായത് ഹാലുക്കും, നിങ്ങളുടെ അവസ്ഥ ഇപ്രകാരമായി പോയിരിക്കുന്നു. വസ്തിക്കാക്കും നാർ, നിങ്ങൾ അതിന് അവകാശികളായിത്തീർന്നു, നരകത്തിന് അവകാശികളായിത്തീർന്നു. ഇതൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് മുമ്പേ ഒരു താക്കീതുകാരൻ വന്ന് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? കാന്നക്കും, നിശ്ചയം നിങ്ങളായതുപോലെയുണ്ട്. ലം തുഖ്ബിറു അൻഹ, അതിനോടും അത്തരം കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയപ്പെടാത്തതുപോലെ നിങ്ങളിപ്പോൾ എന്തായിട്ടു? നരകത്തിൻ്റെ ആലുകാരായിത്തീർന്നു. വലം തഹ്ദുറുക്കും മുന്നദുറു മിൻഹ, നിങ്ങൾക്ക് അവരുടെ ആ താക്കീതിൽ നിന്നൊന്നും നിങ്ങളെ ഭയപ്പെടുത്താത്തതുപോലെ ഉണ്ടല്ലോ. നിങ്ങളിതൊന്നും അറിയാത്ത പോലെ നിങ്ങളിപ്പോൾ നരകത്തിൽ ഭവിച്ചിരിക്കുന്നു എന്ന് അവരോട് ആ പാറാവുകാരൻ സംസാരിക്കുന്നതാണ്. കാലു, അവർ പറയും, അതെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു, ബലാതെ വന്നിട്ടുണ്ടായിരുന്നു. കത് ജാന നദീർ വകദ്ദബ്ന, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു? കളവാക്കി. ഫഖുൽന, ഞങ്ങൾ പറഞ്ഞു, മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ, അല്ലാഹു ഒരു ഗ്രന്ഥവും തന്നെ ഇറക്കിയിട്ടില്ല. ഇന്നൻതും, നിങ്ങളല്ല, ഇന്നൻതും നിങ്ങളാകുന്നു, ഇല്ലാ ഫീ ദലാലിൻ കബീർ, വ്യക്തമായ വൈകേടിലല്ലാതെ അല്ല. നിങ്ങൾ ആ ദൂതന്മാരോടൊക്കെ പറഞ്ഞു, നിങ്ങളെല്ലാം വൈപിയച്ചവരാണ് എന്ന് പറഞ്ഞു. ഫജമൗ ബൈന തക്ദീബിഹിൽ ഖാസ്, ആദ്യം പറഞ്ഞത് ഒരു പ്രത്യേകമായ കളവാക്കലാണ്, ഒരു വിഭാഗത്തെ മാത്രം കളവാക്കിയതായിരുന്നു. അതായത് ആ വന്ന ദൂതന്മാരെ ഓരോ ആളുകളിലേക്കും ഓരോ ജനതയിലേക്കും ഇറക്കപ്പെട്ട ദൂതന്മാരെ മാത്രം കളവാക്കിയെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ പൊതുവായിക്കൊണ്ട് ആമായിക്കൊണ്ട് ശേഷം ഒരു വാക്ക് പറയുകയാണെന്ത്?
മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ എന്നുള്ളത് ഒരു പൊതുവായ എന്താക്കലാണ്, നിഷേധമാണ്. ഇത് മറ്റുള്ളത് ഓരോ ജനതയും അവരിലേക്കിറങ്ങിയ ദൂതന്മാരെ മാത്രം കളവാക്കി എന്നുള്ള രീതിയിലാണ് ഖുർആനിൽ അവതരിച്ചത്. എന്നാൽ അതിനുശേഷം പറഞ്ഞ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ എന്നുള്ള വാക്യം അത് മുഴുവനായും, അതായത് അള്ളാഹു ഒന്നും തന്നെ ഇറക്കിയിട്ടില്ല, നിങ്ങൾ പറയുന്നതെല്ലാം അല്ലെങ്കിൽ എല്ലാ ദൂതന്മാരും പറയുന്നത് കളവാണ് എന്നുള്ള രീതിയിൽ അർത്ഥമാണ് ലഭിക്കുന്നത്. ബിക്കുല്ലി മാ അൻസലല്ലാഹു വലം യക്ഫിഹിം ദാലിക, അങ്ങനെ അള്ളാഹു ഇറക്കിയതിനെല്ലാം നിങ്ങൾ നിഷേധിച്ചു, നിങ്ങൾക്കതൊന്നും മതിയായില്ല. ഹത്ത ആലനു, എത്രത്തോളം എന്ന് വെച്ചാൽ അവർ പരസ്യപ്പെടുത്തി, ബിദലാലി റുസുലിൽ മുൻസിരീൻ, ആ മുന്നറിയിപ്പ് നൽകുന്ന എല്ലാ ദൂതന്മാരും എന്താണ്, വൈപിയച്ചവരാണ് എന്നും എന്നാൽ അവരാരായിരുന്നു യഥാർത്ഥത്തിൽ വഹുമുൽ ഹുദാത്തുൽ മുഹ്തദൂൻ, സന്മാർഗികളിൽപ്പെട്ട ഏറ്റവും നല്ല വൈകാട്ടികളായിരുന്നു അവർ. വലം യക്തഫു ബി മുജറദിൽ ദലാലി, അവർ വൈകേടിലാണ് എന്ന് മാത്രമല്ല അവർ പറഞ്ഞത്, അവർ അതുകൊണ്ട് മതിയാക്കിയില്ല. ബൽ അവരാക്കി ജാലു ലലാലഹും ലലാലൻ കബീറ, അതിനുശേഷം അവർ വീണ്ടും പറഞ്ഞു എന്ത്, കബീറ, ശക്തമായ ലലാലിൻ കബീർ എന്നാണ് പറഞ്ഞത്, വലിയ വൈകേടിലാണ് എന്നെന്താക്കി അവർ പറഞ്ഞു. ഫയ്യീനാദിൻ, ഇതെന്തൊരു ധിക്കാരമാണ്, വതകുബ്ബുരിൻ, അഹങ്കാരമാണ്, വദുൽമിൻ, അക്രമമാണ്, യുഷ്ബിഹു ഹാദ, ഇതിനെ എന്തിനോടെങ്കിലും തുലനം ചെയ്യാൻ സാധിക്കുമോ, ഇതെന്തിനോടാണ് തുലനം ചെയ്യേണ്ടത്? വക്കാലു, അവർ പറഞ്ഞു, മുത്തരിഫീന ബി അദ്മി അഹ്ലിയത്തിഹിം, അവർക്ക് ഇതിനൊന്നും അവർ അർഹരല്ല എന്നുള്ള, ലിൽ ഹുദ വർ റഷാദി, സന്മാർഗത്തിനും വഴികാട്ടലിനുമൊന്നും അവർ അർഹരല്ല എന്നുള്ളത് വ്യക്തമാക്കും വിധം അവർ പറഞ്ഞു. ലൗ കുന്ന, ഞങ്ങളായിരുന്നുവെങ്കിൽ, നസ്മോ, ഞങ്ങൾ അന്ന് കേട്ടിരുന്നുവെങ്കിൽ, അവനക്കിലോ, ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ, മാ കുന്ന ഫി അസ്ഹാബി സൈർ, ഞങ്ങൾ ആളിക്കത്തുന്ന നരകത്തിൻ്റെ അവകാശികളാവുമായിരുന്നില്ല എന്ന് പറഞ്ഞു. ഫനഫു, അപ്പോൾ അവർ നിഷേധിച്ചു, അൻ അംഫുസിം, അവരുടെ സ്വന്തത്തെ തൊട്ട് തന്നെ, തുർക്കുൽ ഹുദ, അവൻ സന്മാർഗികളല്ല എന്ന്. വഹിയസമ്മു, ഏതൊക്കെയാണ് സന്മാർഗം, ആ കേൾവി, അന്നത് കേൾക്കുക എന്നുള്ളത്, ലിമാ അൻസലല്ലാഹു, അള്ളാഹു ഇറക്കിയ കാര്യങ്ങളൊക്കെ, വജാഅത് ബിഹി റുസുലു, ദൂതന്മാർ കൊണ്ടുവന്ന കാര്യങ്ങളെയും, വൽ അഖ്ലു, ചിന്തിക്കലും, അല്ലദീ യൻഫഉ സാഹിബഹു, ചിന്തിച്ചിരുന്നെങ്കിൽ അത് ചിന്തിക്കുന്ന ആളുകൾക്ക് അത് ഉപകാരപ്പെടുമായിരുന്നു, ഇത്തരം കാര്യങ്ങളും. വയൂഖിഫു അലാ ഹഖായിഖിൽ അഷ്യായി, അവരെ ആ ചിന്ത നിർത്തുമായിരുന്നു, അലാ ഹഖായിഖിൽ അഷ്യായി, കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തിൻ്റെ മേൽ. വഈസാരിൽ ഹൈരി, ഇതുപോലെ നന്മ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മേലും. വല്ലിൻസിജാരി അൻ കുല്ലിമാ ആക്കബതുഹു ദമീമ, പര്യാവസാനം മോശമായ എല്ലാത്തിനെ തൊട്ടും വിലങ്ങലിൻ്റെ മേലും ആ ചിന്ത, അന്ന് ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നെങ്കിൽ മനസ്സിലാകുമായിരുന്നു. വലാസം അലഹും, പക്ഷെ അവർക്കെന്തില്ല, കേൾക്കാൻ കഴിഞ്ഞില്ല. വല അഖില, ബുദ്ധിയും ഉണ്ടായില്ല. വഹാദ ബിഖിലാഫി അഹ്ലിൽ യക്കീനി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യക്കീൻ്റെയും ഇർഫാൻ്റെയും, അതായത് ചിന്തിക്കുന്നവരുടെയും മനസ്സിലാക്കുന്നവരുടെയും ഉറച്ചു വിശ്വസിക്കുന്നവരുടെയും, അർബാബു സിദ്ഖി, സത്യത്തിൻ്റെ ആളുകളുടെയും, വല്ലീമാനി, വിശ്വാസത്തിൻ്റെ ആളുകളുടെയും എതിരാണ് ഈ പറഞ്ഞതൊക്കെ. കാരണം അവർ അന്ന് അത് കേൾക്കുകയും പിന്നെ അതിലൊക്കെ ചിന്തിക്കുകയും ദൃഷ്ടാന്തം കണ്ടെത്തുകയും ചെയ്തവരാണ്. ഫൈനഹും അയ്യദു ഈമാനഹും ബില്ലദില്ലത്തി സമഇയ്യ, ഈ കേൾക്കുന്ന ദലീലുകൾ കൊണ്ടൊക്കെ അന്നത്തെ വിശ്വാസികളായ ആളുകൾ, വിശ്വാസമുടയവർ അവരുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി. ഫസമൗ, അവർ കേട്ടു, മാജാ മിൻ ഇൻദില്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്നത്, വജാ ബിഹി റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ ദൂതർ കൊണ്ടുവന്നത്, ഇൽമം വ മഅരിഫതൻ വ അമല, അറിവുകൊണ്ടും മനസ്സിലാക്കൽ കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവർ അതിനെല്ലാം സ്വീകരിച്ചു. കാലത്താല, അള്ളാഹു താല പറഞ്ഞു, അൻഹാ ഉലായി ദാഖിലീന ലിന്നാരി, നരകത്തിൽ പ്രവേശിക്കുന്ന ഈ കൂട്ടരെ കുറിച്ച്. എങ്ങനത്തെവരാണ്? അൽ മുത്തരിഫീന ബിദുൽമിഹിം, അവരുടെ അക്രമം അവർ അംഗീകരിക്കുന്നുണ്ട്. വൈനാദിഹിം, അവരുടെ ധിക്കാരവും. ഫതറഫു, നിശ്ചയം അവർ അംഗീകരിച്ചിരിക്കുന്നു. ബിദുനൂബിഹിം, അവരുടെ തെറ്റുകളെല്ലാം. ഫസൂഖൻ ലി അസ്ഹാബി സഈർ, ഈ നരകാവകാശികൾക്ക് വളരെ നാശം. ഐ ബുഅദൻ ലഹും, അവർക്ക് വളരെ നാശമുണ്ടാവട്ടെ. വഖസാറത്തം വശക്കാവ, പരാജയവും, രണ്ടും പരാജയം എന്ന് തന്നെയാണ് അർത്ഥം. ഫമാ അഷ്കാഹും വാർദാഹും, അവർക്കെന്തു പരാജയം, എന്തു മോശം തരമാണ് സംഭവിച്ചത്. ഐസു ഫാത്തഹും സവാബുൽ, അള്ളാഹുവിൻ്റെ പ്രതിഫലം അവർക്ക് നഷ്ടപ്പെട്ടു. വകാനു മുലാസിമീൻ അലി സൈറി, ആളിക്കത്തുന്ന നരകത്തെ അവർ നിർബന്ധമാക്കിയവരായിത്തീർന്നു. അല്ലത്തി തസ്തൈറു ഫി അബ്ദാനിയും, അവരുടെ ശരീരത്തിൽ അത് ജ്വലിക്കുന്നു. വതത്തലി അലാ അഫ്ഇദതിഹിം, അവരുടെ ഹൃദയങ്ങളിലെല്ലാം അത് പടർന്നു കയറുന്നു. അങ്ങനത്തെ നരകത്തിൽ അവർ സംഭവിച്ചിരിക്കുന്നു. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും, ഇനി അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായ ഒരു കൂട്ടർ.
ബിൽ ഐബി അദൃശ്യമായ സമയത്ത് ലഹും അവർക്കുണ്ട് മഅഫിറത്തുൻ പാപമോചനമുണ്ട് വഅജ്റുൻ കബീർ അതുപോലെ വണ്ണമായ അധികരിച്ച പ്രതിഫലവും അവർക്ക് നൽകപ്പെടുന്നതാണ്. ലമ്മാ ദുക്കിറ ഹാലത്തുൽ അഷ്കിയായിൽ ഫുജ്ജാർ തമ്മാടികളായ പരാജിതരുടെ അവസ്ഥ അള്ളാഹു വിവരിച്ചു കഴിഞ്ഞപ്പോൾ ദുക്കിറ ഹാലത്തു സ്വാദായിൽ അബ്രാർ ഗുണം ചെയ്യുന്ന വിജയികളുടെ അവസ്ഥ പറയപ്പെടാൻ തുടങ്ങി. ഫക്കാല അള്ളാഹു താല പറയുന്നുണ്ട്, ഇന്നല്ലദീന യഖ്ശൂന ഭയപ്പെടുന്നവരായ ആളുകൾ റബ്ബഹും ബിൽ ഐബി അദൃശ്യമായ സമയത്ത് എന്ന് പറയുമ്പോൾ ഫീ ജമീ ഹവാലിയും അവരുടെ എല്ലാ സന്ദർഭങ്ങളിലും അത്താ ഫിൽ ഹാലത്തില്ലത്തി ലാ യത്തലി അലൈഹിം ഫീഹ ഇല്ലല്ലാഹ് അതായത് അള്ളാഹു അല്ലാത്ത മറ്റൊരാളും കാണാത്ത അവസ്ഥയിൽ പോലും മറ്റുള്ളവരെ ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ലാതെ രഹസ്യമായി പോലും അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളുണ്ട്. അത്രത്തോളം അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ ഫലാ യഖ്ദിമൂന അലാ മആസിഹി അള്ളാഹുവിനോട് എതിര് ചെയ്യുന്നതിൻ്റെ മേൽ യഖ്ദിമൂന അവർ മുന്നിടുന്നില്ല. വലാ യക്സുറൂന ഫീമാ അമറ ബിഹി അള്ളാഹു കൽപ്പിച്ച ഒന്നിൽ അവർ വീഴ്ച വരുത്തുന്നില്ല. അങ്ങനത്തെ ആളുകൾ ലഹും മഗ്ഫിറത്തുൻ ലിദുനൂബിഹിം അവർ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം അവർ അള്ളാഹു പാപമോചനം നൽകുന്നതാണ്. വഇദാ ഗഫറ അല്ലാഹു ദുനൂബഹും അങ്ങനെ അള്ളാഹു അവരുടെ പാപങ്ങളെല്ലാം പുറത്താൽ വക്കാഹും ഷർറഹ അവർ അതിൻ്റെ ഷെറുകളെല്ലാം അവരെ സംരക്ഷിക്കുകയും ചെയ്താൽ സൂക്ഷിക്കുകയും ചെയ്താൽ വക്കാഹും അദാബൽ ജഹീം അവർ നരകശിക്ഷയെ കാത്തിരിക്കുന്നു നരകശിക്ഷയെ തൊട്ട് അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. വലഹും അവർക്കുണ്ട് അജ്റുൻ കബീർ വണ്ണമായ പ്രതിഫലമുണ്ട്. വഹുവ ആ പ്രതിഫലം ഏതാണ്? മാ അദ്ദഹു ലഹും ഫിൽ ജന്ന അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ച കാര്യങ്ങളാണ്. മിനൻ നഈമിൽ മുഖീം നിത്യമായ ആനന്ദം, വൽ മുൽക്കിൽ കബീർ വലിയ ഉടമസ്ഥാവകാശം, വൽ ലസ്സാത്തിൽ മുതവാസില തുടർച്ചയായ ആനന്ദങ്ങൾ, വൽ മുസ്തഹിയാത്ത് അവർ ആഗ്രഹിക്കുന്നതെന്തും അവർക്ക് ലഭിക്കുന്നു, വൽ കുസൂർ അതുപോലെ കോട്ടകളും, വൽ മനാസിൽ ആലിയാത്ത് ഉയർന്ന ഭവനങ്ങളും അവർക്ക് ലഭിക്കുന്നു, വൽ ഹൂറുൽ ഹിസാൻ അതുപോലെ കന്യകമാരെ അവർക്ക് ലഭിക്കുന്നു, വൽ ഖദം അതുപോലെ സേവകന്മാർ, വൽ വുൽദാൻ സന്താനങ്ങൾ അവർ എന്താഗ്രഹിച്ചോ അതെല്ലാം അവർക്ക് സ്വർഗത്തിൽ ലഭിക്കുന്നു. വഅലം മിൻ ദാലിക വഅക്ബർ അതിനേക്കാളെല്ലാം ഉപരിയായിക്കൊണ്ട് റിള റഹ്മാൻ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ തൃപ്തി അവർക്ക് ലഭിക്കുന്നു. അല്ലദീ യഹില്ലുഹുല്ലാഹു അലാ അഹ്ൽ ജിനാൻ സ്വർഗത്തിൻ്റെ അഹ്ലുകാർക്ക് അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കുന്ന ഈ അള്ളാഹുവിൻ്റെ തൃപ്തി അതും അവർക്ക് ലഭിക്കുന്നു. വാസിറു കൗലക്കും നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെല്ലാം രഹസ്യമാക്കി വെക്കുകയോ അവിജഹറു ബിഹി നിങ്ങൾ പരസ്യമാക്കി വെക്കുകയോ ചെയ്യുക. എന്ത് ചെയ്താലും ഇന്നഹു അലീമും ബിദാത്തി സുദൂർ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉള്ളതെല്ലാം അള്ളാഹു അറിയുന്നവനാണ്. അലാ അറിയണേ യഅലമു മൻ ഹലക അവൻ സൃഷ്ടിച്ച എല്ലാത്തിനെക്കുറിച്ചും അവൻക്ക് അറിവുള്ളവനാണ്. വഹുവൽ ലത്തീഫ് അവൻ മയം കാണിക്കുന്നവൻ, അൽ ഹബീർ അഗാധജ്ഞാനിയുമാകുന്നു. എല്ലാ കാര്യങ്ങളെയും അറിയുന്നവനും അള്ളാഹു ആകുന്നു. ഇൻഷാ അല്ലാഹ് അത്രയൊക്കെയാണ് ഇന്നെടുക്കുന്നത്. ബാക്കി അടുത്ത പാർട്ടിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴിയോ മറ്റോ ചോദിക്കാവുന്നതാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.